നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ലോക തൊഴിലാളികൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ അകമഴിഞ്ഞ അനുമോദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, പ്രാദേശികമായി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ ശേഷം നമുക്ക് വിഷയത്തിൽ കിടക്കാം. മറ്റൊന്നുമില്ല, എറണാകുളം മേനക വഴി വരുന്ന വാഹനങ്ങൾ MG റോഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. അതിന് ആ ചിന്തയിൽ വരുത്തിയത് ഞങ്ങളാണ്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും വൈപ്പിലേക്ക് 2 ലൈനാക്കി തീരുമാനമെടുക്കലും ഞങ്ങളുടെ കയ്യാണ്. HMTയിലെ ആ പരിവർത്തനം അതും ഞങ്ങളാണ് ആദ്യമായിട്ട് അത് ചിന്ത വന്നത്. അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസിൻ്റെ ചിന്തയും ആദ്യമായിട്ട് ഞങ്ങളാണ്. മറ്റൊന്ന്, കൊച്ചിൻ എയർപോർട്ട് 69-ൽ തന്നെ എറണാകുളം ജില്ലയിൽ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറേണ്ടി വരുമെന്ന് പറഞ്ഞാലും മൊയ്തീൻ ഷാ ഉൾപ്പെടെ ഞങ്ങളുടെ ചിന്തയാണ്. അങ്ങനെ ഒരുപാട് ചിന്തകൾ രാജ്യ നന്മയ്ക്ക് വേണ്ടി, പ്രാദേശിക നന്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അത് കുറേയൊക്കെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും അംഗീകരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന വേറൊരു കാര്യം, ഇന്ന് ഞാൻ ആലുവ ബസ് സ്റ്റാൻഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആലുവ എറണാകുളം പ്രൈവറ്റ് ബസ് 2000-ഓളം ബസ്സുകൾ ഏതുണ്ട്, 12,000 ചാല്, ഈരാറ് വന്നിട്ട് ചാല് പോകുന്നുണ്ട്. ഒരു ട്രിപ്പ് നമ്മൾ 2 ചാലാണ്, ടു ആൻഡ് ഫ്രം. അങ്ങനെ 12,000 ചാല് പോകുമ്പോൾ അതിലേകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആലുവ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത്. ഈ വരുന്ന വാഹനങ്ങളെല്ലാം എറണാകുളത്ത് പുറപ്പെട്ട് നേരെ ആലുവയിൽ ഒരു 4-5 കിലോമീറ്റർ കറങ്ങി വീണ്ടും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് ആളെ എടുത്ത് വീണ്ടും ഈ 4-5 കിലോമീറ്റർ കറങ്ങിയാണ് പിന്നെ എറണാകുളത്തേക്ക് പോകുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ 10,000 രൂപ ഡീസൽ ചെലവ്, സമയനഷ്ടം, ഗതാഗത തിരക്ക്. ഈ 12,000 15,000 ട്രിപ്പ് പോകുന്നതിൽ അത് 2 പ്രാവശ്യം പോവാണ്, 4-5 കിലോമീറ്റർ. അതിന് പകരമായിട്ട് ബുദ്ധിയുള്ള, പരിചയമുള്ള രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്നറിയോ? എറണാകുളത്ത് നിന്ന് വരുന്ന ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം പറഞ്ഞത്, ബസ്സുകൾ ഇപ്പോഴത്തെ മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്ന ആ പോയിന്റ് മുതൽ എറണാകുളത്ത് പോകേണ്ടവരെല്ലാം യാത്രക്കാരെ കയറ്റാം. ആ പോകുന്ന വഴിയിൽ യാത്രക്കാർ ഇറങ്ങാനുള്ള ഇറക്കുകയും ചെയ്യുക, കയറ്റുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിൽ വരിക. ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട ആളുണ്ടാവും, അവിടെ കയറേണ്ട ആൾക്കാരുണ്ടാവും. അവരെയും കയറ്റിയിട്ട് ഈ കറക്കം ഒഴിവാക്കി നേരെ എറണാകുളത്തേക്ക് പോവാം. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ ഒരുപടി നേട്ടങ്ങളുണ്ടാവും. പക്ഷെ അത് ഒരു ചെറിയ തടസ്സമുള്ള ഇതാണ്, ആലുവ ബസ് സ്റ്റാൻഡിൽ ഹോൾട്ട്, വണ്ടി വെയിറ്റ് ചെയ്യാനുള്ള, സ്റ്റേ ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ ഹോൾട്ട് ചെയ്യാനുള്ള സമയം കൂടുതലുള്ള വണ്ടികൾക്കാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഹോൾട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് ഈ യാത്രക്കാർ കയറ്റി അവിടെ 1 മണിക്കൂർ ഇരുത്താൻ പറ്റുമോ? ഇരുത്താൻ പറ്റില്ല. മാത്രമല്ല അങ്ങനെ യാത്ര കയറി കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് ഒരിച്ച് എടുക്കില്ല, അടുത്ത സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി പോവുകയും ചെയ്യും. അങ്ങനെയുള്ള വണ്ടികളല്ലാത്ത 4-5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാണ്. 4-5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് അവിടെ ഇരുന്നതിൻ്റെ കൂടെ പോകാം. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ എറണാകുളത്ത് ടിക്കറ്റ് കൊടുക്കാം, പിന്നെ അവർ ഇറങ്ങി പോകില്ലല്ലോ. അങ്ങനെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ബഹുമാന്യരെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, രാഷ്ട്രീയ നേതാക്കളെ, നമ്മുടെ HMTയിൽ വന്ന പരിഷ്കരണം പോലെ HMTയിലെ പരിഷ്കരണം എത്ര വലിയ ആനുകൂല്യം നേട്ടം എന്നറിയുമോ? ഞങ്ങളാണ് ഈ കൊറോണയ്ക്ക് മുമ്പ് അത് സിസ്റ്റം ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞ് അവിടെ ഡെപ്യൂട്ടി കമ്മീഷൻ തുടങ്ങിയതാണ്. പക്ഷെ അവർ വേണ്ടത്ര സജ്ജീകരണം ഉണ്ടാക്കിയില്ല. അതാണത് വിജയിക്കാതെ പോയത്. അതെല്ലാം കുറച്ചുകൂടി ശ്രദ്ധിച്ച് ആലോചിച്ചപ്പോൾ വിജയിച്ചു. ഇപ്പോൾ വലിയ വിജയമാണ്. അതുപോലെ ഇത് വലിയ വിജയമായിക്കെന്ന് പറയുകയാണ്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും അതിസങ്കീർണമായ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ സാമൂഹ്യ സ്ഥിതിയും കടന്നു പോകുമ്പോൾ സെൻസസ്, യാതൊരു ചിന്തയും കൂടെ സെൻസസ് എടുക്കാൻ തീരുമാനിച്ചു. ജാതി സെൻസസ്. ഈ ജാതി സെൻസസ്
പണ്ട് ബഹുജൻ സമാജ് പാർട്ടി ഞങ്ങളൊക്കെ പല പ്രാവശ്യം പറഞ്ഞില്ല, കാൻഷാമൊക്കെ പറഞ്ഞില്ല, അംബേദ്കർ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അതങ്ങോട്ട് വിട്ട് പിന്നെ ഇപ്പോൾ അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞു. ആ രാഹുൽ ഗാന്ധിയുടെ സ്വന്തമായ ഒരു അഭിപ്രായം ഞങ്ങൾക്കല്ല, ഏതോ ബുദ്ധിജീവിനെ ഉപദേശിച്ചു കൊടുത്താണ്. അത് വലിയൊരു ഇതാണ്. എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹം അത് പറഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് രാഹുൽ ഗാന്ധി മറ്റെന്തൊക്കെ പോരായികണെങ്കിലും രാഹുലിൻ്റെ കുടുംബത്തെ രാഷ്ട്രീയത്തെയും നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇവിടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലിപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് നമ്മുടെ വനിതാ സംവരണം ഏർപ്പെടുത്തി നിയമം ഉണ്ടാക്കി ചുട്ടെടുത്ത നിയമം. ഒരു നിയമം പാർലമെന്റിൽ നിയമത്തിൻ്റെ കരട് രേഖ കൊണ്ടുവന്നാൽ അത് ചർച്ച ചെയ്ത് മാസങ്ങളൊക്കെ എടുത്താണ് അത് പാസ്സാകുന്നത്. ഇതല്ല കൊണ്ടുവരിക, ഭൂരിപക്ഷമുള്ളതിലേക്കാണ് പാസ്സാക്കി എടുക്കുക, 5-10 നിയമം ഉണ്ടാക്കുക, 1000 നിയമം ഉണ്ടാക്കണം. പക്ഷെ വനിതാ ബില്ലിൻ്റെ ഉദ്ദേശം എന്താണ്? വനിതകൾക്ക് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഊഹാപോഹമല്ല, ദാക്ഷിണ്യമല്ല, അവകാശമായിട്ട് തന്നെ സ്ഥാനം കിട്ടണം, മത്സരിക്കാൻ കിട്ടണം. അതാണല്ലോ വനിതാ ബില്ലുള്ളത് ഉദ്ദേശം. അതിപ്പോൾ 33% മറ്റാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇത് നിയമം മൂലം കൊണ്ടുവരുന്നത്? ഞാൻ ഇവിടുത്തെ CPM കോൺഗ്രസും മറ്റും എല്ലാവരും പറയാണ്, അവർ ഒറ്റ പ്രസ്താവന നടത്തിയാൽ പോരെ. എന്താണ്? ഞങ്ങളുടെ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് 30, 40, 50 അതൊക്കെ തീരുമാനിക്കട്ടെ, അത്ര ശതമാനം സീറ്റ് റിസർവ് ചെയ്യും എന്ന് പറഞ്ഞാൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 40 സീറ്റ് വരെയും. 33 പേരിൽ പറയാലോ, 33 പറയുന്നത് ക്ലിയർ ഇല്ല, അതൊക്കെ ഡൗട്ട് വരും, വ്യത്യാസം വരും. 40% അല്ലെങ്കിൽ 30%, അതൊക്കെ കമ്മിറ്റി തീരുമാനിക്കും. ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് പോലും ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ സംഘടന എന്ന് ഒരു പ്രസ്താവന ചെയ്യപ്പോരെ. അത് നിയമം ഉണ്ടാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം ചെയ്യുമ്പോൾ ആ പാർട്ടി ഇത്ര 40% സീറ്റുണ്ട്, അത് ഇന്ന സീറ്റ് വനിതകൾക്ക് നമ്മൾ മാറ്റിവെച്ചു, അതിൻ്റെ ഇഷ്ടപ്പെട്ട വനിത കൊടുത്താൽ പോലെ. ഈ വനിത റിസർവേഷനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നോക്ക് ദളിത് ന്യൂനപക്ഷം വരുന്ന 88% വരുന്ന ആ വിഭാഗം ഉൾക്കൊള്ളുന്ന ആ പാർട്ടികൾ നേതാക്കൾ പറഞ്ഞൊരു പോയിന്റ്, അതായത് മുലായി ലാലു ഒക്കെ അന്ന് മായാവതി പറഞ്ഞിരുന്നു. ഈ വനിതാ റിസർവേഷൻ വരുമ്പോൾ ഇവിടുത്തെ ഒരു പിടി സവർണ തമ്പുരാട്ടിമാർക്കാണ് അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത്. അപ്പോൾ ആണുങ്ങൾക്ക് കിട്ടാത്തടത്ത് അവർ ഭാര്യമാരെ കൊടുന്ന് അത് ഫില്ല് ചെയ്യും. അപ്പോൾ അതിനർത്ഥം വീണ്ടും സവർണ തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കാണ് കിട്ടുന്നത്. പിന്നോക്ക ദളിത് ന്യൂനപക്ഷം കിട്ടില്ല. അതുകൊണ്ട് പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് കൂടി ഇത്ര ശതമാനം വേണം. അതിൽ സംവരണത്തിൽ ഉപസംവരണം വേണമെന്നൊരു പോയിന്റ് പറഞ്ഞു. ലാലുവാണ് മെയിനായിട്ട് പറഞ്ഞത്, മുലായം പറഞ്ഞു, മായാവതി ആദ്യമൊക്കെ സമ്മതിച്ചത്. ഇപ്പം പിന്നെ അവരെല്ലാം പോയില്ല. അവിടെ കോൺഗ്രസ് ഒരു സമ്മതിച്ചില്ല. അപ്പൊ ഈ തൊടയെ തൂക്കി നടക്കുന്ന വനിതകളില്ലേ, എന്താണ് പിന്നെ സമ്പന്ന വരേണ്യവർഗം, സവർണവർഗം, അപ്പൊ അവർക്ക് അവർ പിടിച്ചെടുക്കും. അത് പാടില്ല. 100 സീറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നോക്ക വിഭാഗങ്ങൾ ഇത്ര സീറ്റ് വേണം, അല്ലെങ്കിൽ മുന്നോക്ക ജാതിക്ക് ഇത്ര വേണം. അങ്ങനെ അത് കണക്ക് പറഞ്ഞ് തന്നെ നിയമം ഉണ്ടാക്കണം. അതൊന്നും നിയമം ഉണ്ടാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മോഡി കൊണ്ടുവന്ന് വെച്ച് അത് ഇലക്ഷൻ ചണ്ടായിരുന്നു, എന്നിട്ട് വല്ലതും നടന്നു. മോഡിജിക്ക് അങ്ങനെ എന്തെങ്കിലും ആത്മാർത്ഥയോടെ പറഞ്ഞെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രീയക്കാരെ യോഗം വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടിയുണ്ട്, ഇന്ന് മുതൽ രാഷ്ട്രീയക്കാരെല്ലാം നിങ്ങളുടെ പാർട്ടിയെല്ലാം ഒരു 40% വനിതാ റിസർവേഷൻ കൊടുക്കണം എന്ന് വാക്കാൽ പറഞ്ഞൊരു പ്രസ്താവന കൊടുത്താൽ പോരെ. എന്തിനാണ് നിയമം ഉണ്ടാക്കുന്നത്? പക്ഷെ അതില്ല, ആത്മാർത്ഥയില്ല. എന്നിട്ട് ഇപ്പം എന്താണ് സെൻസസ് ഇല്ലാതെ വരുന്നത്? ശ്രദ്ധിക്കണം, മനുഷ്യർ കേൾക്കണം. നമ്മുടെ ഇന്ത്യയുടെ പോക്ക് എത്ര ആപത്തിലേക്കാണെന്ന്. അതായത് 1951 മുതൽ 2011 വരെ ഓരോ 10 വർഷവും, അത് കോൺഗ്രസ് ഭരിച്ചാണല്ലോ, ഓരോ 10 വർഷവും സെൻസ് നടന്നിട്ടുണ്ട്. 2011 ശേഷം 2021 സെൻസ് നടക്കാൻ കാരണം കൊറോണയുടെ കാര്യമെന്ന് പറഞ്ഞത്. കൊറോണ കഴിഞ്ഞിട്ട് എത്ര നാളായി? അപ്പോൾ 2021 സെൻസസ് നടത്തിയാൽ ബുദ്ധിയുള്ള സാധാരണക്കാരായ ഇന്ത്യയിലെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷം ഉൾപ്പെടെ 88% ജനങ്ങളും മുന്നോക്ക ജാതിയിലെ മനുഷ്യത്വമുള്ളവരും കേൾക്കാനാണ് പറഞ്ഞത്. 21 സെൻസ് നടത്തിയാൽ പിന്നെ 31 ചെയ്യാൻ പറ്റുള്ളൂ, 10 വർഷം കഴിയുള്ളൂ, അല്ലാതെ ഇങ്ങനെയല്ല. അതിനിടയിൽ ഒരു ബോംബുണ്ട്. എന്താ പറയുക, 2026
സെൻസസിൽ 26 എന്തായാലും 26 സെൻസസ് അനുസരിച്ചാണ് ഇനി എന്താണ് നമ്മുടെ സീറ്റ് വിഭജനം വെച്ചാൽ അതിൻ്റെ അതിർത്തി തൈകളാണ്. അപ്പോൾ 2026 ഇനി ഇത് 25 ഒരു വർഷമുള്ളൂ. അപ്പോൾ ആ ഒരു വർഷത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് 25 ഒരുപക്ഷെ സെൻസസ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ജാതി സെൻസസ് മറ്റു സെൻസസ് കണ്ടൊന്നാണല്ലോ. അപ്പോൾ 25 കൊണ്ട് 26 നിശ്ചയിക്കാം. ഒരു 800 സീറ്റൊക്കെയാണ്. അതിൽ തന്നെ എത്രയോ തട്ടിപ്പുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഒരു MLA ആകാൻ വേണ്ടി നിങ്ങൾ RSSന്റെ യുക്തിയും തന്ത്രവും തയവും എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. എന്തിനാ RSS പിണക്കുന്നത്? നിങ്ങൾക്ക് RSS അവർക്ക് വിഭാഗത്തിലെ ഒരൊറ്റ വോട്ടുകൾ നിങ്ങൾക്ക് തരില്ല, അവരെ ഗ്രൂപ്പിൽ കൊടുക്കുള്ളൂ. മറ്റൊന്ന്, ഈ RSSനെ പിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കുന്ന കുബുദ്ധി വക്രബുദ്ധി ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയ പിന്നോക്ക ദളിത് വിഭാഗമാണ് 88% ഇന്ത്യയിൽ ഈ മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വോട്ട് ചെയ്യുമ്പോൾ അവരും മൗനം പാലിക്കും. ഞാൻ ഉദാഹരണം CP ജോണെ പോലെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതാ പറയാൻ പറയാൻ എനിക്ക് അദ്ദേഹം നേരിട്ടറിയാം, അദ്ദേഹം എനിക്കറിയാം, അദ്ദേഹം അതുപോലെ ആയിരക്കണക്കിന് നേതാക്കൾ, ഒരു CP ജോൺ മാത്രമല്ല. RSS കാര്യത്തിലോ കേന്ദ്ര ഗവൺമെൻറ് കാര്യത്തിലോ ഒന്നും കാര്യമായി വിമർശനം വരുന്നില്ലെന്ന പൊതുവെ ആൾക്കാർ പറയുന്നത്. ഒരു CP ജോണില്ല, അങ്ങനെ ആയിരക്കണക്കിന് CP ജോൺമാരുണ്ട്, ആയിരക്കണക്കിന് മുഹമ്മദ്മാരുണ്ട്, ആയിരക്കണക്കിന് രാമകൃഷ്ണന്മാരുണ്ട്. എന്തിനാ നമ്മൾ പിണക്കുന്നവരായിട്ട്? നമുക്ക് RSS പോലും വേണ്ടിണ്ട, അവരെന്തും ചെയ്തു പോയിക്കോട്ടെ, എനിക്കെങ്കിലും MLA കിട്ടിയാൽ മതി, അങ്ങനെ പെൻഷൻ കിട്ടി മരിച്ചു പോകണം. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരു തീരുമാനം 88% വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ ഒരു തീരുമാനം നിങ്ങളെടുത്ത പോലെ ഒരു മൗന തീരുമാനം ഞങ്ങൾ കൊടുക്കും. എന്താണത്? എലക്ഷൻ വരുമ്പോഴേ ഇങ്ങനെ മൗനം അടിയുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തും, വേറെ ആളുകൾ കണ്ടി വോട്ട് ചെയ്യും. അവിടെ ഇനി അഭ്യാസം കാണിക്കേണ്ട എന്നാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റ് നിലയിൽ 67 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള മൊയ്തീൻ ഷായുടെ ഗ്യാങ്ങും പറയാണ്. അങ്ങനെ മൗനം പാലിച്ചവർക്ക് നമ്മളും വോട്ടുവരും മൗനം പാലിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷയത്തിലേക്ക് വീണ്ടും കിടക്കാം. അപ്പോൾ ഈ സ്ത്രീ സംവരണമാണ്, സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യമെങ്കിൽ അത് നിയമം പാർലമെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് വാക്കാൽ പറഞ്ഞാൽ മതി, ഒരു 10% കൂടി പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത ഇലക്ഷൻ പോലും ഞങ്ങളുടെ പാർട്ടി 40% കൊടുക്കുന്നു. അതപ്പോൾ തന്നെ സഡൻ എഫക്റ്റാണ്, പെട്ടെന്ന് അത് വില വരും. ഇതിപ്പോഴും ഇനി 35 പറ്റും, 31, 35 പറ്റുവാണ് വനിതാ സമയത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് എന്തെല്ലാം മാറ്റം ലോകത്തോടും ഇന്ത്യയിൽ വരും. ഇന്ന് കാണുന്ന പല ഗവൺമെൻറ് പല പാർട്ടികൾ നിലവില്ലാതെ പോകും. അത്ര കണ്ട് ലോകം മാറിക്കൊണ്ടിരിക്കുക. അവ നടന്നില്ല. അതുപോലെ മറ്റൊരു കെണിയാണ് ഇപ്പോൾ ഇത്രയും ഇന്ത്യ സങ്കീർണമായിരിക്കുക എന്ന് ഒരു വശത്ത് പറയും. ആ സമയത്ത് തന്നെ ഈ ജാതി സെൻസസിൻ്റെ കാലം എടുത്തത്. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് അതിൻ്റെയൊക്കെ അപാകത ഒഴിവാക്കാൻ വേണ്ടിയാണ് മൊയ്തീൻ ഷായ് ഗ്രൂപ്പ് നയിക്കുന്ന ഒരു റിസർവേഷൻ ഫോർമുലയുണ്ട്. അതെന്താണ്? 3 കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. തിരഞ്ഞെടുപ്പ്, തൊഴിൽ, പഠനം, ഈ 3 മേഖലകളിലും, തിരഞ്ഞെടുപ്പ് മാത്രം പബ്ലിക്കിൽ ഉള്ളൂ അല്ലാതെ സ്വകാര്യ 3 മേഖലകളിലും പൊതു സ്വകാര്യ മേഖലകളിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണം. 10% ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് 10% നമ്മൾ കൊടുത്തേ തീരൂ. 20% ഉണ്ട്, 20% കൊടുത്തു തീരൂ. 40% 40% കൊടുത്തു തീരൂ. അതിനാണ് പറയുന്നത് ജനസംഖ്യാനുപാതിക സംവരണം. അവിടെയല്ലേ നീതിയിലേക്കുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ സംവരണം ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ മക്കളെ ഞാൻ പറയാം, നിങ്ങൾ ഇളം തലമുറ, ഇവിടുത്തെ സംവരണം 50% കൂടാൻ പാടില്ല. അതിപ്പോൾ തമിഴ്നാട് 65 വന്നുണ്ട്. സ്ഥിരം പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഓർഡർ ഉണ്ട്, 50% സംവരണം പാടുള്ളൂ, ബാക്കി 50% ജനറൽ മെറിറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ്, ഞങ്ങൾ പണ്ട് പറഞ്ഞ്, ഇവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് പാർലമെൻറ്റ് മുതലുള്ള ജോലിക്കാരിൽ 99% മുന്നോക്ക സമുദായം മാത്രമാണ്. അവരെങ്ങനെ 90% വന്നു, 99% വന്നു? അതാണ് ഈ സംവരണത്തിൻ്റെ അപാകത. ഏത് സംവരണം? 50% റിസർവേഷൻ, ബാക്കി 50% ജനറൽ മെറിറ്റ്. അപ്പോൾ ഈ 50% റിസർവേഷൻ മാറ്റി ബാക്കി 50% ആർക്ക് കിട്ടുന്നത്? ഈ 10% കിട്ടുന്നത്, അല്ലെങ്കിൽ 15% മുന്നോക്കി ജാതിക്കുക.
പിന്നോക്ക ജാതിയൊക്കെ പഠിക്കാൻ തുടങ്ങി ആളൊക്കെ ഈ അടുത്ത കാലത്തല്ലേ അതൊരു അവർക്ക് വല്ല സാധനം ഉണ്ടോ അതിൽ റിസർവേഷൻ കൊടുത്ത് വന്നതൊക്കെ. അപ്പോൾ ഈ 50% അവർ വരുന്നതുകൊണ്ട് ഈ 10% അല്ലെങ്കിൽ 15% കിട്ടുന്നതുകൊണ്ടാണ് അവരുടെ മുഴുവനായത്. അത് പാടില്ല, അത് മാറ്റണം. അത് മാറ്റണമെന്ന് പറയുന്നത് മാത്രമല്ല, വിരോധാഭാസവും അനീതിയും അക്രമവും വഞ്ചനയും തട്ടിപ്പുമായ ഒരു കാര്യം പറഞ്ഞാൽ ഈ LDF ഗവൺമെന്റിനെ കുറിച്ച് പറയാം. മോഡിജി പറഞ്ഞു, BJP പറഞ്ഞു മുന്നോക്ക സംവരണം വേണം. മുന്നോക്ക സംവരണം, അതായത് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കത്തിന് 10% സംവരണം എന്ന് പറയുന്നു. 10% സംവരണം ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ടാറ്റയ്ക്ക് 13 ലക്ഷം ഏക്കർ ഭൂമി ടാറ്റയ്ക്ക് മൂന്നാറിലുണ്ട്. തേയിലത്തോട്ടത്തിന് വേണ്ടിയൊക്കെ 13 ലക്ഷം ഏക്കറാണ്. അവർക്ക് ടാറ്റ പോലെ അങ്ങനെയുള്ള കമ്പനികൾക്ക് സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കൊടുത്തത് എന്നറിയോ? അവരുടെ വസ്തുവിൽ ഒരു 5% മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കേവലം 5%. പക്ഷെ 13 ലക്ഷം ഏക്കറിൻ്റെ 5% എന്ന് പറയുമ്പോൾ 6500 ഏക്കറാണ്. 65,000 അല്ല, 6500 അല്ല, 65,000 ഏക്കറാണ്. 65,000 ഏക്കറാണ്. 13 ലക്ഷത്തിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 13 ലക്ഷത്തിൻ്റെ 10% 1,30,000. അതിന് 65,000 ഏക്കർ ഭൂമി അവർക്ക് റിസോർട്ടോ ബെഡ്മാണിക്കോ ഒക്കെ ഉപയോഗിക്കാം. പറയുമ്പോൾ സാധാരണക്കാർ കേൾക്കും എന്താ പറയുക, ഒരു 5% അവർക്ക് കൊടുത്താൽ എന്താ തെറ്റ്? 5% ഉള്ളൂ. പക്ഷേ ഈ 5% നമ്മൾ ഈ ടാറ്റയുടെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ ടാറ്റയുടെ ബുക്ക് വെച്ചോണ്ട് ബുക്ക് അവർക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് 0.5% ടാറ്റയുടെ ബുക്സ് 0.5%. മറ്റു ചില കമ്പനികൾക്ക് കിട്ടുന്നത് 12 മുതൽ 40% ലാഭമാണ്. ടാറ്റയ്ക്ക് വെറും 0.5% പക്ഷെ ടാറ്റ ടേൺ ഓവർ കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ 0.5% വരുമ്പോഴും എത്ര ലക്ഷം വരും പ്രോഫിറ്റ്? ഞാൻ അതിന് വേറെ രീതികൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ സാധാരണക്കാർ ക്ലാസ് എടുക്കുക, അതാ മനസ്സിലാവുന്നത്. ഒരു മീൻ കച്ചവടക്കാരൻ പട്ടണത്തിൽ നിന്ന് 1000 രൂപ മീൻ വാങ്ങി ഗ്രാമത്തിൽ കൊണ്ട് വിൽക്കുന്നു. അവൻ വിൽക്കുന്നത് ഇരട്ടി വിലക്ക. അപ്പോൾ 100 രൂപ വാങ്ങിച്ചാൽ 200 രൂപ വിൽക്കണേ. അല്ല, അല്പം ചില വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്തൊരു അന്യായം അവൻ കൊടുക്കുന്നത് ഇരട്ടി വിലക്കല്ലേ. പക്ഷെ അവന് ആകെ കിട്ടുന്ന ലാഭം എത്രയാണ്? 1000 രൂപക്ക് വാങ്ങുന്ന മീൻ ഇരട്ടി വിലക്ക് കിട്ടുന്ന 1000 രൂപയാണ്. അപ്പോൾ അവന് കിട്ടുന്ന ആകെ ലാഭം, അമിത ലാഭം ആകെ കിട്ടുന്ന 1000 രൂപയാണ് പെർ ഡേ. ടാക്സ് കിട്ടുന്ന 0.5% പ്രോഫിറ്റ്. അവർ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയാണ്. ടേൺ ഓവർ കോടിക്കണക്കാണ്. അതാണ് വെച്ചാൽ അതുപോലെയാണ് 10% കേരളത്തിൽ മുന്നോക്ക ജാതിക്ക് സംവരണം കൊടുക്കുക. അത് അപ്പം ചുട്ടെടുക്കുമ്പോൾ മോഡി പറഞ്ഞ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ പിണറായി സഖാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ പാസ്സാക്കി. ഒരു ചർച്ചയില്ല. ഈടോ കമ്മ്യൂണിസ്റ്റുകാരാ, ഈടോ പിണറായി സഖാവേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എത്രയുണ്ടോ കേരളത്തിൽ ഈ വിഭാഗം? 9% അല്ലേ ഉള്ളൂ സാർ സഖാവേ. ഞാൻ ബഹുമാനത്തിൽ പറയണം, മുഖ്യമന്ത്രിയല്ലേ. 9% ആണെങ്കിൽ 10 പിടിച്ചോ. 10%ന് 10% റിസർവേഷൻ കൊടുത്താൽ 100% എന്നല്ലേ കണക്ക് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ 10% വരുന്നവർക്ക് 10% സംവരണം കൊടുത്താൽ അവർക്ക് 100% റിസർവേഷനാണ് പറയുന്നത്. അതിന് പുറമെയാണ് മൊത്തത്തിൽ 50% മെറിറ്റിൽ 90% കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളിക്കൊക്കെ വല്ല ബുദ്ധിയുണ്ടോ? വെള്ളാപ്പള്ളി കഴിഞ്ഞ് 2 വർഷം മുമ്പുള്ള മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്താലേ വെള്ളാപ്പള്ളി കിട്ടിയിരുന്ന 1500 ഉള്ളൂ, മുസ്ലിങ്ങൾക്ക് 1300 ഉള്ളൂ. പക്ഷേ 3500 4000 സീറ്റ് കിട്ടിയിരിക്കുന്നത് ഈ മുന്നോക്ക ജാതിക്ക. അതെങ്ങനെ കിട്ടി? 10% മുന്നോക്ക ജാതിക്ക് എങ്ങനെ 3500 കിട്ടി? 25% വരുന്ന ഈഴവൻ എങ്ങനെ 1500 കുറഞ്ഞു? ഈ 40% മുസ്ലിങ്ങൾ എങ്ങനെ 1300 കുറഞ്ഞു? അവിടെയാണ് ഈ തട്ടിപ്പ്. ഈ തട്ടിപ്പ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മൊയ്തീൻ ഷാ ഗ്രൂപ്പും മൊയ്തീൻ ഷായുടെ ഗ്യാങ്ങും പറയുന്നത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സംവരണം വേണം. അവിടെ നീതി ലഭിക്കുള്ളൂ. അതിനാണ് ഈ ഷായിസം എന്ന് പറയുന്നത്. നമുക്കിവിടെ അംബേദ്കർസ് ഉണ്ടായി, ഗാന്ധിസ് ഉണ്ടായി. നെഹ്റുയിസം അങ്ങോട്ട് പ്രചാരത്തില്ല. ഗാന്ധിസും അംബേദ്കർസാണ് പ്രചാരത്തിൽ വന്നത്. അത് രണ്ടിനും ചില പോരായികളുണ്ട്. ഗാന്ധിസിനും പോരായികളേ ഉള്ളൂ, അംബേദ്കർസ് പോരായികളുണ്ട്. കാരണം അത് രണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ല. പക്ഷേ ഷായിസം അത് ഒരു പോരായികയില്ല. 100% കറക്റ്റ് നീറ്റ് ആൻഡ് ടൈഡിയാണ്. എന്താ നീറ്റ് ചെയ്യണം? കാരണം ജനസംഖ്യയ്ക്ക് ആനുപാതികം. അത് 100% പെർഫെക്റ്റ് അല്ലേ? 100% നീതിയല്ലേ?
അല്ല 50% മാറ്റി വെച്ചിട്ട് ബാക്കി 50% ഇവർക്ക് നക്കാപ്പിച്ച് കൊടുത്താൽ അത് ഔദാര്യമാണ്. ഇവിടുത്തെ സംവരണ സംവരണ വിഭാഗങ്ങൾക്ക് ഔദാര്യം ആവശ്യമില്ലെന്നേ. അവർക്ക് ന്യായമായ അവകാശം കിട്ടിയാൽ മതി. ഇപ്പോഴും കൊടുക്കുന്ന ഔദാര്യമാണ്. ഈ ജാതി സെൻസസ് നടത്തിയിട്ട് എന്താണ് BJP പറഞ്ഞത്? അവർക്ക് ചില ഔദാര്യം കൊടുക്കാം. എന്താണ്, അവർക്ക് സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അത് കൊടുക്കാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് തീർക്കാനില്ല. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, ഇപ്പം മൊയ്തീൻ ഷാഖ് പറഞ്ഞത്, ഈ ജോലിയിൽ റിസർവേഷൻ കൊടുക്കുന്നത് ജോലി ചെയ്ത് ജീവിക്കാനോ സമ്പത്തുണ്ടാക്കാനല്ല, അവർ അംഗീകാരമാണ്. സർക്കാർ ഉദ്യോഗത്തിൽ നമുക്ക് ആനുപാതികമായി അവകാശം കിട്ടിൽ അത് അവരുടെ അവകാശമാണ്, അല്ല ഔദാര്യമല്ല. BJP ഗവൺമെൻറ്റും കോൺഗ്രസ് പണ്ടും പറഞ്ഞത് അവർക്കൊരു ഔദാര്യം കൊടുക്കുക, നക്കപ്പിച്ച. അത് വേണ്ട, ഞങ്ങൾക്ക് ഔദാര്യം വേണ്ട, ഞങ്ങൾക്ക് അവകാശം മതി. ആ അവകാശം എന്തിനാണ്? ഇപ്പോൾ പണം ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട ദളിതിനൊക്കെ കാശ് കൊടുത്ത് ബിസിനസ് ചെയ്യിക്കാൻ പാടില്ലേ? അത് പണാവില്ലേ? പണമാണ് വിഷയമെങ്കിൽ മൊറാർജി ദേശായി നിങ്ങൾക്കറിയില്ലേ? ജഗജ്ജീവൻ ആരാണ്? കോൺഗ്രസിൻ്റെ സീനിയർ മോസ്റ്റ് നേതാവ്, കോടീശ്വരൻ, ടാക്സ് മേൽ ടാക്സ് കൊടുക്കുന്ന, സൂപ്പർ ടാക്സ് കൊടുക്കുന്ന ആള്. ഇവിടെ സാധു വീടിൻ്റെ കണ്ണൂരൊക്കെ അവർ ടാക്സ് മേൽ ടാക്സ് കൊടുക്കുന്നതാണ്, അത് സൂപ്പർ ടാക്സ് പറയും. സൂപ്പർ ടാക്സ് കൊടുക്കുന്ന കോടീശ്വരൻ. എന്നിട്ടാണ് അദ്ദേഹം ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ ഈ അംബേദ്കർ പ്രതിമ ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചത്. അപ്പോൾ പണം ഉണ്ടായിട്ടാണ്? പണം ഇല്ലാത്തതുകൊണ്ടാണോ? പണം ഉണ്ടായാൽ അംഗീകാരമാവില്ല. പക്ഷെ ഉദ്യോഗത്തിൽ സ്ഥാനം കിട്ടിയ അംഗീകാരം, ആ അംഗീകാരമാണ് നമ്മൾ വേണ്ടത്. അതാണ് ഞങ്ങളുടെ പാർട്ടി, ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറയുന്നത്, ഔദാര്യമല്ല അംഗീകാരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അധികാരമല്ല ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെന്താണ്? ലക്ഷ്യം വേണം. അപ്പം ലക്ഷ്യത്തിലേക്ക് നേടാനുള്ള ഉപാധികൾ ഒന്നും മാത്രമാണ് അധികാരം. ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ പാർട്ടി ലക്ഷ്യം. പക്ഷെ ഇവിടെ കമ്മ്യൂണിസ്റ്റ്, ഇവിടെ കോൺഗ്രസ് പറയുന്നത് അധികാരം കിട്ടുക എങ്ങനെയെങ്കിലും. ഇവിടെ ഈ CP ജോൺ ഇപ്പോൾ പാർട്ടി പറയുന്നത് അധികാരം എത്തിയാൽ മതി, MLA മതി, MP മതി. ഞങ്ങളൊന്നല്ല, ഈ അവകാശം ഏതവകാശമാണ്? ജാതിയുടെയും മതത്തിൻ്റെയും കറുപ്പിൻ്റെയും പേരുള്ള ഈ ഉച്ചനീചത്വം മാറ്റി അവർക്ക് ഒരു അംഗീകാരം വേണം. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കൊന്നുകളയാം, അല്ലെങ്കിൽ നമ്മൾ തകർത്തുകളയാം. ഒന്നും തകർത്തില്ല, കാരണം ഒന്നുമില്ല തകർത്താണെന്ന് കൊല്ലാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ പറയുന്ന സംവരണ വ്യത്യാസം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഈ ജാതി സെൻസസ് വെറും ഒരു ബീഹാർ ഇലക്ഷൻ തടം ചെയ്യാനും പിന്നെ BJPയിൽ പിന്നോക്കം പിടിച്ചു നിർത്താൻ വെറും ഒരു തന്ത്രവും അടവും മാത്രമാണ്. ഒന്നും ജനങ്ങൾ നേടിയതില്ല. അങ്ങനെ ചെയ്യാൻ RS കൊണ്ട് പറ്റിയില്ല, ചെയ്യില്ല. ഒരു കഴിവ് ഞാൻ നിർത്താട്ടെ. അതിവിടുത്തെ പോലീസ് ഓഫീസേഴ്സും സൈനിക നേതൃത്വമൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഭാഗികമായിട്ടില്ല, അത് പറഞ്ഞാൽ 2-3 മണിക്കൂർ വേണം. ഭാഗികമായിട്ടില്ല VP സിംഗ് നടത്തി. അത് നമ്മുടെ എൻ്റെ സുഹൃത്തിൻ്റെ മകൻ IB ഈടൻ എറണാകുളത്ത് തലസ്ഥാനം വേണമെന്ന് പറഞ്ഞവരാണ്. അത് വേണ്ടത്ര സ്റ്റഡി ചെയ്യാതെ പറഞ്ഞാണ് അവസാനം പുള്ളിക്ക് ബുദ്ധിമുട്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് ഇടപെട്ട തീർത്തുകളി. അതുപോലെ വേണ്ടത്ര പരീക്ഷ നടത്താതെയാണ് ഈ VP സിംഗ് മദ്രാസിൽ വെച്ചിട്ട് ഞാൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞൊരു പ്രസ്താവന കൊടുത്തു. അവിടെ പറ്റിയില്ല. അങ്ങനെ ചെയ്തപ്പോൾ ആ BJPയുടെ കൂടെ കോൺഗ്രസ് കൂടി സപ്പോർട്ട് ചെയ്താണ് ആ VP സിംഗ് മന്ത്രിസഭ രാജ്യം താഴെ വെച്ചത്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇന്ന് വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നാളെ, ഇന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ കൊച്ചിയിലുണ്ട്, എറണാകുളത്തുണ്ട്, നാളെ ഉദ്ഘാടനം. അതിൻ്റെ ഗുണം അത് എന്താണ്? അതുകൊണ്ട് കേരള ഗവൺമെൻറ് ലാഭം 25 വർഷക്കാട്ട് 40 വർഷത്തെക്കാട്ട് ഒരു ലാഭമില്ല. 40 വർഷം കഴിഞ്ഞാൽ 1% ലാഭമാണ്. അതിനിപ്പോൾ നമ്മൾ കൊടുത്തത് 8600 കോടി മറ്റാണ് കൊടുത്തത്. 8600 കോടി, അതിന് 9000 കോടി. അത് 25-40 വർഷത്തേക്ക് ഒരു പൈസ ലാഭമില്ല. അത് അത്രയും കഴിഞ്ഞാൽ പിന്നെ 1% ലാഭം. അപ്പോഴേക്ക് 40 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ പോവില്ലേ? ഇപ്പോൾ HMT 50 വർഷമുള്ള മിഷൊക്കെ തുരുപിടിച്ച് പോയി, ആ കമ്പനി നിർത്തിപ്പോയി. 50 വർഷം കഴിഞ്ഞ് ഈ യന്ത്രങ്ങളെത്തി പോകും. പിന്നെ വേറെ അതാണ്. അപ്പോൾ അതൊക്കെ എന്നിട്ട് നിയമത്തിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി, രാജഗോപാൽ ജയിപ്പിക്കാൻ വേണ്ടി കോടികൾ വാങ്ങിയിട്ട് ഈ കള്ളമായി നടത്തിയ ഫലമായിട്ടല്ലേ ഇപ്പോൾ അസംബ്ലി കാണാൻ പറ്റുന്നുണ്ടോ? നിയമത്ത് രാജകോപാൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു പേരില്ലാത്ത അപ്രസംഗം നിർത്തിക്കൊണ്ട് ബൂത്തിരിക്കുക ആളുണ്ടാക്കിയില്ല. ആ കോടികൾ 1000 കോടിയിട്ട് വാങ്ങിയതാണ്. അതൊക്കെ പങ്കിട്ടെടുത്താണ് ഇപ്പോൾ ഈ രാജുവൊക്കെ ബാബുവൊക്കെ ഇങ്ങനെയൊക്കെ അവളോടെയൊക്കെ ബാറൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഭരണത്തിക്കാരത്. അത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ ഒരു ഭാഗികമായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ
ഇവിടെ സമരം ചെയ്തപ്പോൾ എന്നോടൊക്കെ അന്ന് കാൻഷൻ പറയും, നിങ്ങൾ ഒറ്റക്ക് ഡൽഹിയിൽ വരരുത്, ഇവിടെ തുറന്ന വാനായിട്ട് നടക്കുകയാണ്, ഒറ്റ കാണുന്നവരെ പെട്രോൾ ഒഴിച്ച് കത്തി വയ്ക്കും, അത് കത്തി ചാമ്പലാകുമ്പോഴേക്കും ചാനലുകാരെല്ലാം വരും, എന്നിട്ട് ആത്മഹൂതിയാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താണ്. അപ്പോൾ കേസ് വന്നപ്പോൾ കോടതി ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ രാജ്യത്തിൻ്റെ സമാധാനം തടസ്സമുണ്ടാവും, അതുകൊണ്ട് അത് പിൻവലിക്കൽ സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഭാഗ്യം സ്റ്റേ ചെയ്തത് സുപ്രീം കോടതി. അപ്പോൾ വേറെ ചോദ്യമുണ്ട്, ഈ 15-12% വരുന്ന സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗത്തിന് ഭാവിയിൽ ആനുകൂല്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നലിൻ്റെ പേരിൽ ഇവിടെ ക്രമസമാധാനത്തിന് ഭംഗം തടസ്സം വരുന്നതിൻ്റെ പേരിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മാറ്റിവെച്ച ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഈ 88% വരുന്ന ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതും നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ സംസ്കാരം ഇല്ലാത്തവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, സമ്പന്നില്ലാത്തവരൊക്കെ വരുമ്പോൾ അവർ രംഗത്തിറങ്ങിയ ഏത് പോലീസ് ഏത് പട്ടാളം നിറവേറ്റും? ഓടി ചിന്തിച്ചത്? ചിന്തിച്ചില്ല. അതിനാണ് പറഞ്ഞത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസും എല്ലാം നയിക്കുന്നത് ഈ പറഞ്ഞ സവർണ വിഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറ്റി 75 വർഷം കഴിഞ്ഞിട്ടും, മുസ്ലിം ലീഗിന് എന്ത് പറ്റി 70 വർഷം കഴിഞ്ഞിട്ടും നിന്നെടുത്ത് നിന്ന് 1 ഇഞ്ച് വളരെ താഴോട്ട് പോലെ 45 വർഷം BJP എങ്ങനെ ഇന്ത്യയിൽ ഭൂരിപക്ഷം വന്നു? അവിടെ പഠിക്കേണ്ട കാര്യതാണ്. അപ്പം അതുകൊണ്ട് ബഹുമാന്യരെ, ഇതെല്ലാം സമ്പത്തുള്ളവരെയും ബുദ്ധിയുള്ളവരെയും മിടുക്കന്മാരുടെയൊക്കെ ഒരു ചൂഷണ വ്യവസ്ഥിതിയാണ്, മനസ്ഥിതിയാണ്. ഇതുകൊണ്ടും സാധാരണക്കാർക്കൊന്നും നേട്ടം വരാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, അവന് ഓരോ ദിവസം ചെല്ലുന്തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ജീവിത നിലവാരം എത്ര കഷ്ടത്തിലാണ് ജനങ്ങൾ. ഇത് വല്ലതും ആരും സമ്മതിക്കണ്ടോ പറയുന്നുണ്ടോ? എല്ലാം ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിൽ തിരിച്ചു വിട്ടിട്ട് തമ്മിൽ ആ ബഹളം ഉണ്ടാക്കി, ഇവിടെ ക്രമസമാധാനത്തിനൊക്കെ തടസ്സം ഉണ്ടാക്കി, അതിൻ്റെ പേരിൽ ഉണ്ടാക്കി അങ്ങനെ പക്ക നിലയിൽ തല്ലിക്കൊല്ലുന്നതൊക്കെ സംഭവിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിയുള്ള ഹിന്ദു സമുദായത്തിലെ സഹോദരന്മാർ നിങ്ങൾ കുറച്ചുകൂടി മുൻകൈയെടുത്ത് കുറച്ചുകൂടി ആധികാരികമായിട്ട് മനസ്സിലാക്കി അതിന് പ്രതിപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലാകും. അപകടത്തിലായിക്കഴിഞ്ഞാൽ നമ്മളും അപകടത്തിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.